السلام عليكم. مرحبا أهلا وسهلا يا أصدقائي. كيف حالكم؟ نعم كلكم زين الحمد لله. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ എന്താണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? മാതാ ദർസ്ന ഫിത്തർസിൽ മാലി നാം നദ്രസു അസുഫിൽ അവൽ അല്ലേ, നദ്രസു ഫിസുഫിൽ അവൽ ഫിസുഫിൽ ഖാമിസി ദർസിൽ അവൽ അല്ലേ. നാം ഉൻവാനു ദർസുന മാഉൻ സോഫിൻ. മാഉൻ സോഫിൻ എന്താ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്? മാതാ ദർസ്ന 5ാം ക്ലാസ്സിലെ അറബിക് ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് അല്ലേ. അത് കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്തായിരുന്നു? മാഉൻ സോഫിൻ. വഹിയ ഖിസ്സത്തും വാഖിയ്യ അല്ലേ. അതൊരു എന്തായിരുന്നു? ഒരു സംഭവ കഥയാണ് അല്ലേ. വഹിയ ഖിസ്സത്തുൻ വാഖിയ്യ. ഫീഹി വലതുൻ ഹുവ റജാ ഇലാ ബൈത്തിഹി ഹസീനൻ. അങ്ങനെയാണ് അല്ലേ നമ്മുടെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. ഒരു ദിവസം അവന് അതിലൊരു കുട്ടിയുണ്ട്, ഒരു വലതുണ്ട്. അവന് വീട്ടിലേക്ക് മടങ്ങാണ് സ്കൂളിൽ നിന്ന്. എങ്ങനെ? ഹസീനൻ, ദുഃഖിതനായിക്കൊണ്ട് മടങ്ങുന്നു. അപ്പൊ എന്താണ് അവന്റെ കാരണം എന്താ? അപ്പൊ ഉമ്മ ചോദിക്കാണ്, മാ ബിക യാ ബുനയ്യ, എന്ത് പറ്റി മകനെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, ഉരീദു $70, ഐ വാണ്ട് $70 എന്ന് പറയുന്നുണ്ട് അല്ലേ. എനിക്ക് എത്ര? $70 വേണം. അപ്പൊ എന്തിന്? മാ ബിക, എന്തിനാണ് ചോദിക്കാൻ കേട്ടോ. ലിമ എന്ന് ചോദിക്കുന്നുണ്ട് ഉമ്മ. അപ്പൊ എന്ത് പറയുന്നു? ഉരീദു ഹഫ്റ ബിഇരിൻ ഫി അഫ്രീഖിയ എന്നാണ് പറയുന്നത്. ഹഫ്റ ബിഇരിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹഫ്റ കുഴിക്കുക അല്ലേ. ഡിഗ് എ വെൽ എന്നാണ് പറയുന്നത്. ഒരു കിണർ കുഴിക്കണം, എനിക്കൊരു കിണർ കുഴിക്കണം. ഫി അഫ്രീഖിയ, ആഫ്രിക്കയിൽ എന്നാണ് അവൻ പറയുന്നത്. അപ്പൊ ഉമ്മ പറയാണ്, അഫ്രിക്കയ വലതും ബായതും എന്നൊക്കെ പറയുന്നുണ്ട്. ആഫ്രിക്കയോ, ഒരുപാട് ദൂരല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അവൻ പറയാണ്, എന്തിന്? അവിടെ സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ അവിടെ ആലാഫു മിനസിയാർ, 1000-ഓളം കുട്ടികൾ എന്താണ്, അവർക്ക് കുടിക്കാൻ നല്ല തെളിഞ്ഞ വെള്ളമില്ല എന്ന് പറയാൻ. ലൈസലദൈഹിം മാ ഉൻ സോലിഹുൻ, നല്ല തെളിഞ്ഞ ശുദ്ധമായ വെള്ളമില്ല എന്നാണ് പറയുന്നത് അല്ലേ. മാ ഉൻ സോലിഹുൻ ലിഷുർബി, എന്തിന്? ടു ഡ്രിങ്ക്, കുടിക്കാൻ. അപ്പൊ എന്താണ്? അപ്പൊ ഉമ്മ പറയാണ്, യാ ബുനയ്യ കൈഫ നജ്മഉ $70, നമ്മൾ എങ്ങനെയാണ് $70 കളക്ട് ചെയ്യുക? എങ്ങനെയാണ് അതൊക്കെ ഒരുമിച്ച് കൂട്ടുക? എത്രയും രൂപ നമ്മൾ എങ്ങനെ? അപ്പൊ ഡോളർ എവിടെയാണ്? അമേരിക്കയിലാവും അല്ലേ. അപ്പൊ ഈ കുട്ടി ഉണ്ടായിരിക്കുക അമേരിക്കൻ കൺട്രീസിലാവും. അപ്പൊ $70 ഒക്കെ നമ്മൾ എങ്ങനെ കളക്ട് ചെയ്യുമെന്ന് ഉമ്മ ചോദിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ചാപ്റ്റർ നിർത്തിയത് അല്ലേ. അപ്പൊ ഇനി ബാക്കി ഭാഗം തുടങ്ങിയാലോ. നഖ്റഉ അൽ ഹിവാറ വനുക്കുമിൽ. നഖ്റഉ, നമുക്ക് വായിക്കാം. നഖ്റഉ അൽ ഹിവാറ, താഴെയുള്ള സംഭാഷണം നമുക്ക് വായിക്കാം. താഴെ കുറച്ച് ഡയലോഗ്സുകൾ കൊടുത്തിട്ടുണ്ട്. ഹിവാർ എന്നാൽ ഡയലോഗ്സ്, കോൺവെർസേഷൻ എന്നൊക്കെ പറയാം. അപ്പൊ താഴെയുള്ള ആ ഡയലോഗ്, സംഭാഷണം നമുക്ക് വായിക്കാം. വനുക്കുമിൽ, എന്നിട്ട് നമുക്കത് ഫില്ല് ചെയ്യാം. അപ്പൊ കംപ്ലീറ്റ് ആയിട്ടില്ല ആ താഴെയുള്ള ഹിവാർ, അത് നമുക്ക് ഒന്ന് ഫില്ല് ചെയ്യാം. അപ്പൊ എന്താണ്? ജലസൽ വലതു യുഫക്കിറു. അങ്ങനെ ഈ സംഭാഷണം, ഉമ്മാനോടൊക്കെ സംഭാഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജലസൽ വലതു യുഫക്കിറു, ദ ബോയ് സാറ്റ് തിങ്കിങ് എന്ന് പറയുന്നുണ്ട്. എന്താണ്? ആ കുട്ടി നല്ല ദുഃഖിതനായിക്കൊണ്ട് ചിന്തിച്ചു കൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. ജലസ പറഞ്ഞാൽ ഇരുന്നു, അൽ വലതു, ആ കുട്ടി ഇരുന്നു, യുഫക്കിറു തിങ്കിങ്, ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ സഅലൽ വാലിദു, അവന്റെ പിതാവ് ചോദിക്കാൻ ട്ടോ. ഹിസ് ഫാദർ, സഅലൽ വാലിദു, അവന്റെ പിതാവ് ചോദിക്കുകയാണ്. എന്ത്? മാ ബിക യാ ബുനയ്യ, ഉമ്മ ചോദിച്ച പോലെ തന്നെ ചോദിക്കാണ്. എന്താണ്? വാട്ട് ഈസ് വിത്ത്, എന്ത് പറ്റി മകനെ എന്ന് ചോദിക്കാണ്. മാ ബിക യാ ബുനയ്യ, വാട്ട്സ് റോങ് വിത്ത് യു എന്നൊക്കെ ചോദിക്കൂലേ, അതുപോലെ അങ്ങനെയാണ് അതിന്റെ മീനിങ്. മാ ബിക യാ ബുനയ്യ, എന്ത് പറ്റി മകനെ എന്നാണ് ചോദിക്കുന്നത്. അവന്റെ മറ്റേ ഹസീന, ദുഃഖിത അവസ്ഥയിൽ കണ്ടപ്പോൾ ചോദിക്കാണ്. അറാക്ക ഹസീനൻ, ഐ സീ യു സാഡ്. അറാക്ക, ഞാൻ നിന്നെ കാണുന്നു. ഐ സീ യു
ഹസീനൻ സാഡ്, ദുഃഖിതനായിക്കൊണ്ടാണ് ഞാൻ നിന്നെ കാണുന്നത്, എന്തു പറ്റി എന്ന് ചോദിക്കാൻ കേട്ടോ. ഫദാറ ബൈനഹുമാ ഹിവാറും, അപ്പൊ അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. എ ഡയലോഗ് ടുക്ക് പ്ലേസ് ബിറ്റ്വീൻ ദം, അവർക്കിടയിൽ ഒരു കുറച്ച് ഡയലോഗ്സുകൾ നടക്കുകയാണ്, അവർ സംസാരിക്കുകയാണ്. അപ്പൊ എന്താണ് അവർ പറയുന്നത്? വാലിദ്, പിതാവ് ചോദിക്കാൻ കേട്ടോ, എന്താണ്? ബിമ തുഫക്കിറു, വാട്ട് ആർ യു തിങ്കിങ് എന്നാണ് ചോദിക്കുന്നത്. നീ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ പിതാവ്. വാട്ട് ആർ യു തിങ്കിങ്? അപ്പോൾ അൽവാലത്, അപ്പൊ എന്തായിരിക്കും കുട്ടി പറയാ? ഉമ്മ ആദ്യം ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ അല്ലേ, എന്ത് പറ്റും മകനെന്ന്. അപ്പൊ എന്താണ് അവൻ പറഞ്ഞിട്ടുണ്ടാവുക? ഫസ്റ്റ് അവൻ പറഞ്ഞത് എന്താണ്? ഒരീതു $70 എന്നാണ് പറയുന്നത് അല്ലേ. ഐ വാണ്ട് $70 എന്നാണ് പറയുന്നത്. എനിക്ക് $70 വേണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അവന് പിതാവിനോടും അതായിരിക്കൂല അവൻ അവിടെ വീണ്ടും പിതാവിനോട് പറയുന്നത് ഉരീദു $70. അപ്പൊ എല്ലാവരും അത് അവിടെ ഫില്ല് ചെയ്യാം. ഉരീദു $70. അപ്പൊ അൽ വാലിദു ലിം ഹാദൽ മബ്ലഉ, എന്തിനാണ് ഇത്ര തുക എന്ന് ചോദിക്കാണ്. മബ്ലഉ പറഞ്ഞാൽ ഈ തുക, ഒരു വലിയ തുകയല്ലേ. അപ്പൊ ലിം ഹാദൽ മബ്ലഉ, വൈ ദിസ് എമൗണ്ട്, എന്തിനാ എത്ര എമൗണ്ട്, എന്തിനാണ്, വൈ ദിസ് എമൗണ്ട് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പൊ വലത് ആ മകന് പറയാണ്. അപ്പൊ എന്തായിരിക്കും മകന് പറയാ? എന്തിനാണ് ഇത്രയും എമൗണ്ട് എന്തിനാന്ന് ചോദിക്കുമ്പോ അപ്പൊ എന്താ? ഉരീദു ഹഫ്റ ബിഇരിൻ അല്ലേ, ഐ വാണ്ട് ടു ഡിഗ് എ വെൽ, എനിക്ക് ഒരു കിണർ കുഴിക്കണം എന്ന് ആയിരിക്കും അല്ലേ. ഐ വാണ്ട് ടു ഡിഗ് എ വെൽ, ഉരീദു ഹഫ്റ ബിഇരിൻ. അപ്പൊ അൽ വാലിദു, പിതാവ് ചോദിക്കാണ്, ഐനയാ ബുനയ്യ, എവിടെ? വേർ ആർ യു മൈ സൺ, ഐനയാ ബുനയ്യ, എവിടെയാണ് ഈ കിണർ കുഴിക്കുന്നത് എന്ന് ചോദിക്കാണ്. അപ്പൊ വലത് എന്തായിരിക്കും? എവിടെയാണ് അവന് കിണർ കുഴിക്കാൻ ആഗ്രഹിക്കുന്നത്? ഫി ആഫ്രിക്കിയ അല്ലേ. അപ്പൊ അവൻ അവിടെ പറയുന്നത് ഫി ആഫ്രിക്കിയ, ഇൻ ആഫ്രിക്ക, ആഫ്രിക്കയിലാണ് എന്ന് പറയാം കേട്ടോ. അപ്പൊ വാലിദ് മൻ കാൽഹാദ, നിന്നോട് ഇത് ആരാ പറഞ്ഞേ? ഹുസ് എന്നാ ചോദിക്കുന്നത്. മൻ കാൽഹാദ, നിന്നോട് ഇത് ആര് പറഞ്ഞു? അപ്പൊ അൽ വലതു, ആ മകന് കുട്ടി പറയാണ് മുദരിസത്തി. മുദരിസത്തി പറഞ്ഞാൽ എന്താ? മൈ ടീച്ചർ, എൻ്റെ ടീച്ചർ പറഞ്ഞതാണ് ഈ കാര്യം എന്ന് പറയാട്ടോ. അപ്പൊ അൽ വാലിദു, അപ്പൊ പിതാവ് ചോദിക്കുകയാണ്, പിതാവ് പറയാണ് കേട്ടോ, ലാ തഹസൻ സനജ്മഉ ഇൻഷാ അല്ലാഹ്. ലാ തഹസൻ എന്ന് പറഞ്ഞാല് ഡോൺ ബി സാഡ്, ഡോൺ വെറി. ലാ തഹസൻ സനജ്മഉ ഇൻഷാ അല്ലാഹ്, വി വിൽ കളക്ട് എന്ന് പറയാം കേട്ടോ. വി വിൽ കളക്ട്, നമുക്ക് അത് കളക്ട് ചെയ്യാം. സനജ്മഉ പറഞ്ഞാല് നമുക്ക് അത് കളക്ട് ചെയ്യാം. ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ നമ്മളെ ഒരു പ്രതീക്ഷയോട് പറയുന്ന ഒരു വാക്കാണല്ലേ, ഹോപ്പ്ഫുള്ളി. ഇൻഷാ അല്ലാഹ് പറഞ്ഞാൽ ഹോപ്പ്ഫുള്ളി അഥവാ ഗോഡ് വില്ലിങ് എന്നൊക്കെ പറയാം. ഇൻഷാ അല്ലാഹ് നമുക്കത് അത്രയും പൈസ നമുക്ക് സനജ്മഉ ശേഷം നമുക്കത് എന്താണ്, വി വിൽ കളക്ട്, നമുക്കത് ഒരുമിച്ച് കൂട്ടാം എന്ന് പറയാണ്. അപ്പൊ വലത് മകൻ പറയാണ്, ബാറക്കല്ലാഹു ഫീന, ഗോഡ് ബ്ലസ് അസ് എന്നാണ് പറയുന്നത്. ഗോഡ് ബ്ലസ് അസ് എന്ന് വെച്ചാല് അള്ളാഹു നമുക്ക് ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു മോഡൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുപോലെ എല്ലാവരും നന്നായിട്ട് ഈ കോൺവെർസേഷൻ ഒന്ന് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. 13ാമത്തെ പേജിലോട്ടൊന്ന് നോക്കാം. നാം ജമാൽ വലതു $70. നാം അഥവാ യെസ്, അതെ, ജമാൽ വലതു, അങ്ങനെ ആ കുട്ടി എന്തായി? ജമാൽ കളക്റ്റഡ്, ഒരുമിച്ച് കൂട്ടി. അൽ വലതു, ആ കുട്ടി എന്ത്? $70, $70. യെസ്, ദി ബോയ് കളക്റ്റഡ് $70. എന്നിട്ടോ വദഹബ ബിഹി, അതുമായിട്ട് അവന് പോയി. ദഹബ പറഞ്ഞാല് അവൻ പോയി, ബിഹി അതുമായിട്ട്, ഇലാ മക്തബിൽ ജമഇയ്യത്തിൽ ഖൈരിയ്യ ബി കാനഡ, ഇലാ മക്തബി ഓഫീസിലേക്ക്, ഇലാ മക്തബിൽ ജമഇയ്യത്തിൽ ഖൈരിയ്യ ചാരിറ്റബിൾ ഓഫീസിലേക്ക്, ബി കാനഡ, കാനഡയിലെ ചാരിറ്റബിൾ ഓഫീസിലേക്ക് അവന് പോയി. എന്താ പറയുന്നത്? ആൻഡ്
ടു ദ ചാരിറ്റി ഓഫീസ്. ഇതുമായിട്ട് അവന് പോയി. ഏതുമായിട്ട്? $70. എവിടെയുള്ള? ബി കാനഡ. കാനഡയിലുള്ള. ഈ കാനഡ എവിടെയാണ്? കാനഡ ഒരു അമേരിക്കൻ കൺട്രി ആണ് അല്ലേ? അമേരിക്കൻ കൺട്രി ആണെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ അവന് കാനഡയിലുള്ള ചാരിറ്റബിൾ ഓഫീസിലേക്ക് ഈ പൈസയുമായിട്ട് പോവാൻ കേട്ടോ. അങ്ങനെ കാലൽ മുദീറും, അങ്ങനെ ഓഫീസിലെത്തി. ഓഫീസിലുള്ള മുദീർ പറഞ്ഞാൽ മാനേജർ. ദ മാനേജർ സെഡ്, മാനേജർ പറയാണ്, അഹ്സൻത യാ ബുനയ്യ, വെൽ ഡൺ സൺ എന്നാണ് പറയുന്നത്. അഹ്സൻ പറഞ്ഞാല് വെൽ ഡൺ, വെരി ഗുഡ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ വെൽ ഡൺ സൺ എന്ന് പറയാം കേട്ടോ. വലാകിൻ ലാ യക്ഫി ഹാദൽ മബ്ലഗ, എന്നിട്ട് ആ മാനേജർ പറയാണ്, ലാകിൻ ലാ യക്ഫി ഹാദൽ മബ്ലഗ, ബട്ട് ദിസ് എമൗണ്ട് ഈസ് നോട്ട് ഇനഫ് എന്നാണ് പറയുന്നത്. എന്താണ്? ലാക്കി എന്ന് പറഞ്ഞാല് ബട്ട്, പക്ഷേ, ലാ യക്ഫി ഇത് മതിയാവുകയില്ല, ഹാദൽ മബ്ലഗ ഈ തുക നമുക്ക് മതിയാവുകയില്ല എന്ന് പറയാണ്. ദിസ് എമൗണ്ട് ഈസ് നോട്ട് ഇനഫ് നമുക്ക് ഇത് മതിയാവില്ല കേട്ടോ. $70 ഒന്നും മതിയാവില്ല. നെഹ്താജു നമുക്ക് ആവശ്യമാണ്, ഇല $1000 ലി ഹഫ്ര ബിഇരിൻ വാഹിദ, ഒരു കിണർ കുഴിക്കാന് എത്ര വേണം? $1000 വേണം. എന്ന് വെച്ചാൽ $1000 ഒരു കിണർ കുഴിക്കാൻ തന്നെ വേണം എന്ന് പറയാം കേട്ടോ. നെഹ്താജു വി നീഡ് ഇല $1000 എന്ന് പറഞ്ഞാല് $1000 ലി ഹഫ്ര ബിഇരിൻ വാഹിദിൻ ടു ഡിഗ് എ വെൽ, ഒരു കിണർ കുഴിക്കാൻ വേണ്ടിയിട്ട്. ടു ഡിഗ് വൺ വെൽ, ഒരു കിണർ കുഴിക്കാൻ തന്നെ എത്ര വേണം? $1000 വേണം എന്ന് പറയാണ്. വി നീഡ് $1000 ടു ഡിഗ് വൺ വെൽ. അങ്ങനെ മസാദാലിക്കൽ യൗം, അങ്ങനെ ഇത് കേട്ടപ്പോല്ലേ, ദാറ്റ് ഈവനിങ്, അന്നേ ദിവസം വൈകുന്നേരം. മസാദാലിക്കൽ യൗം എന്ന് പറഞ്ഞാല് ദാറ്റ് ഈവനിങ്, ബദൽ വലതു യത്തസിലു ബി അസ്തിഖാഇഹി അബ്ര വാട്സപ്പ്. ബദ അൽ വലതു, അങ്ങനെ ആ കുട്ടി തുടങ്ങി. ബദ പറഞ്ഞാല് തുടങ്ങി, എത്തസില് പറഞ്ഞാല് കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ എത്തസില് നമ്മൾ കോൾ വിളിക്കുന്നതിനൊക്കെ എത്തസിലു പറയാം. അങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി. ബദ അൽ വലതു യത്തസിലു ബി അസ്തിഖാഹി, അവന്റെ ഫ്രണ്ട്സിനൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങി, കൂട്ടുകാരെയൊക്കെ വിളിക്കാൻ തുടങ്ങി. അബ്ര വാട്സപ്പ് വഴി. ദി ബോയ് സ്റ്റാർട്ടഡ് കോളിംഗ് ഹിസ് ഫ്രണ്ട്സ് വഴി. എന്താണ്? വാട്സാപ്പ് വഴി എന്ത് അവന്റെ ഫ്രണ്ട്സുകളൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ഒരു പാരഗ്രാഫ് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അങ്ങനെ എന്താണ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കുക? നമുക്കൊന്ന് നോക്കിയാലോ. എന്തായിരിക്കും ആ വാട്സപ്പ് മെസ്സേജ്? നോക്കാം, താഴെ നോക്കാം. അസീസി പറഞ്ഞാല് ഹൈ ഗേസ് എന്ന് പറയാം. അതുപോലെ മൈ ഡിയേഴ്സ് എന്നൊക്കെ പറയാം. മൈ ഡിയർ എന്ന് പറഞ്ഞാണ്ട് അസീസി പറഞ്ഞ് അവന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ് ആ ഒരു ചെറിയ വാട്സപ്പ് മെസ്സേജ്. നുരീദു ഹഫ്ര ബിഇരിൻ ഫി അഫ്രീഖിയ. നുരീദു നുരീദു പറഞ്ഞാൽ വി വാണ്ട്. നുരീദു നമുക്ക് വേണം, ഉദ്ദേശിക്കുന്നു. ഹഫ്ര ബിഇരി ഒരു കിണർ കുഴിക്കണം നമുക്ക്. ഫി അഫ്രീഖിയ ആഫ്രിക്കയിൽ. വി വാണ്ട് ടു ഡിഗ് എ വെൽ ഇൻ ആഫ്രിക്ക എന്ന് പറയാണ്. വി വാണ്ട്, നുരീദ് പറഞ്ഞാല് വി വാണ്ട്. ഹഫ്ര ബിഇരി എന്ന് പറഞ്ഞാൽ ടു ഡിഗ് എ വെൽ ഫി അഫ്രീഖിയ ഇൻ ആഫ്രിക്ക. ആലാഫു മിനൽ അത്ഫാലി യഈശൂന ബിദൂനി മായി. എന്നിട്ട് എന്താണ് പറയുന്നത് ആ കുട്ടി വാട്സപ്പ് മെസ്സേജില്? ആലാഫു മിനൽ അത്ഫാലി, 1000ഓളം കുട്ടികൾ, യഈശൂന അവര് ജീവിക്കുന്നുണ്ട്, ബിദൂനിമായി വെള്ളമില്ലാതെ, വെള്ളം കൂടാതെയാണ് അവര് ജീവിക്കുന്നത്. നല്ല എന്താണ്? മാഉൻ സ്വാലിഹുൻ, മാഉൻ സോഫിൻ, തെളിഞ്ഞ വെള്ളം, ശുദ്ധമായ വെള്ളം അവർക്കില്ല. അപ്പൊ അവര് എങ്ങനെ ജീവിക്കുന്നു? ബിദൂനിമായി. The thousands of children live without water എന്ന് പറയണേ. അപ്പൊ നെഹ്താജു നമുക്ക് ആവശ്യമാണ്, ഇല $1000 ഹഫ്ര ബിഇരിൻ വാഹിദ് ഒരു കിണർ കുഴിക്കാന് എത്ര വേണം? $1000 എന്ന് പറഞ്ഞാല് $1000 ടു
ടു ഡിഗ് വൺ വെൽ എന്നാണ് പറയുന്നത്. നെഹ്താജ് പറഞ്ഞാൽ വി നീഡ്, നമുക്ക് ആവശ്യമാണ്. ഇല $1000 $1000 ലി ഹഫ്ര ബിഇറിൻ വാഹിദിൻ ടു ഡിഗ് എ വൺ വെൽ, ഒരു കിണർ കുഴിക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ തബറഉ ഹസ്ബ ഉസ്റൈക്കും വ ശുക്രൻ. തബറഉ പറഞ്ഞാൽ നിങ്ങൾ സംഭാവന ചെയ്യണം, ഡൊണേറ്റ് ചെയ്യുക. തബറഉ പറഞ്ഞാൽ നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. എന്താണ്? ഹസ്ബ ഉസ്റൈക്കും, നിങ്ങളുടെ കഴിവിനെ അനുസരിച്ച്, ആസ് മച്ച് ആസ് യു ക്യാൻ, നിങ്ങളുടെ കഴിവിനനുസരിച്ച്. ഹസ്ബ ഉസ്റൈക്കും എന്ന് പറഞ്ഞാലോ, ഉസ്റൈക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, ഹസ്ബ പറഞ്ഞാൽ അനുസരിച്ച്, കഴിവിനനുസരിച്ച്. അപ്പൊ എന്താണ്? തബറഉ ഹസ്ബ ഉസ്റൈക്കും, ഡൊണേറ്റ് ആസ് മച്ച് ആസ് യു ക്യാൻ, നിങ്ങൾക്ക് സാധിക്കുന്നത് പോലെ നിങ്ങൾ നിങ്ങളുടെ കഴിവിൻ്റെ പോലെ ഡൊണേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ നിർത്തുകയാണ്. ശുക്രൻ എന്ന് പറഞ്ഞ്, താങ്ക് യു എന്ന് പറഞ്ഞ് അവന് നിർത്തുകയാണ്. അപ്പോൾ അവൻ്റെ വാട്സപ്പ് മെസ്സേജ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ലേ? അപ്പോൾ ഇതുപോലെ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക്, ഒരു കുട്ടിക്ക്, ഏതെങ്കിലും ക്ലാസ്സിലുള്ള ഒരു കുട്ടിക്ക് ഒരു വീടില്ല. അപ്പോൾ വീടില്ലെങ്കിൽ അവർക്ക് വീട് ഉണ്ടാക്കാൻ അതിന് കാശ് ഒരുമിച്ച് കൂട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ചെറിയൊരു വാട്സപ്പ് മെസ്സേജസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇതുപോലെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കൂലേ? ഇതുപോലെ ഉണ്ടാക്കി നോക്കാൻ. അസീസി എന്ന് പറയാ. എന്നിട്ട് നുരീദു എന്താണ് വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ലി ബിനായി ബൈത്തുൻ, ആർക്കല്ലി എന്ത് പേര് കൊടുക്കുക? ലി മുഹമ്മദിൻ, അല്ലെങ്കിൽ കുമാറിന് വേണ്ടിയിട്ട് എത്ര ഒരു വീടുണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? എവിടെയുള്ള, ഫിൽ ഹിന്ദ് അല്ലെങ്കിൽ ഫിൽ കേരള, എന്തെങ്കിലും സ്ഥലത്തിൻ്റെ പേര് കൊടുക്കാൻ. എന്നിട്ട് എത്ര വേണം? ആലാഫ് മിനൽ അത്ഫാലി യഈശൂൻ, അത് വേണ്ട കേട്ടോ. പിന്നെ അതിന് നെഹ്താജ് നമുക്ക് ആവശ്യമാണ്. എത്ര രൂപ ആവശ്യമുണ്ട്? ആലാഫിം, ഡോളറിന് പകരമായിട്ട് എന്ത് പറയാം? നമ്മൾ റൂപ്പിയ എന്നാണ് കേട്ടോ. നമ്മളെ ഇന്ത്യൻ റുപ്പിക്ക് പറയാം റൂപ്പിയ എന്ന് പറയും. അപ്പോൾ ആലാഫിൻ മിഅ റൂബിയ എന്ന് പറയാം. അല്ലെ ബിനായി ബൈത്തി കുമാർ എന്ന് പറയാം. അങ്ങനെ തബറഉ ഹസ്ബ ഉസ്റൈക്കും വ ശുക്രൻ എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം. അതുപോലെ ഷോർട്സ് മെസ്സേജുകളൊക്കെ ഇതുപോലെ ഉണ്ടാക്കി നോക്കാം. അപ്പോഴേ നമുക്ക് നമ്മുടെ അറബി ഭാഷ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി അടുത്തത് നോക്കാം. അടുത്ത പാരഗ്രാഫിൽ എന്താണെന്ന് നോക്കാം. അങ്ങനെ അടുത്ത എന്താണ്? അസ്തിഖായി. അസ്തിഖായി പറഞ്ഞാൽ എന്താ? മൈ ഫ്രണ്ട്സ്, എൻ്റെ കൂട്ടുകാരെ. എന്ന് പറഞ്ഞിട്ട് പറയാണ് മൈ ഫ്രണ്ട്സ്. അസ്തിഖായി പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ. ഹൽ താരിഫൂന മൻ ഹാദൽ വലതു, ഡു യു നോ ഹു ദിസ് ബോയ് ഈസ് എന്ന് ചോദിക്കുകയാണ്. ഹൽ താരിഫൂന, നിങ്ങൾക്കറിയോ? അൽ താരിഫൂന പറഞ്ഞാൽ നിങ്ങൾക്കറിയുമോ? മൻ ഹാദൽ വലതു, ഈ കുട്ടി ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഡു യു നോ എന്ന് ചോദിക്കാണ്. ഹു ദിസ് ബോയ് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആരായിരിക്കും? നിങ്ങൾക്കറിയോ? ഇതൊരു സംഭവ കഥയാണ് അല്ലേ? കിസ്സ വാഖിയ ആണ്, സംഭവിച്ചൊരു കഥയാണ്. ഒരു അമേരിക്കൻ, കാനഡയിൽ ആ നാട്ടിലുള്ള ഒരു ആ നാട്ടിൽ സംഭവിച്ചൊരു കഥയാണ്. അപ്പം ഈ കുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് മുമ്പ് അറിയോ? ഇതിൻ്റെ വീഡിയോസൊക്കെ നമ്മളെ യൂട്യൂബിലൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് സെർച്ച് ചെയ്യുക, കണ്ടെത്തുക. അപ്പോൾ ആ പാരഗ്രാഫ് നോക്കാം. ബാദ അയ്യാമിൻ, ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, ബാദ അയ്യാമിൻ, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം. ഇജ്തമാന്നാസു, ഇജ്തമാ പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. ഗാദേഡ്, ഇജ്തമാ പറഞ്ഞാൽ ഒരുമിച്ച് കൂടി. അന്നാസു, ജനങ്ങൾ, പീപ്പിൾ, ജനങ്ങൾ ഒരുമിച്ച് കൂടി. ഫി ഖറിയത്തി ആഫ്രിക്കിയ, ആഫ്രിക്കൻ ഗ്രാമത്തിലുള്ള കുറച്ച് ജനങ്ങൾ ഒരുമിച്ച് കൂടി. ഇസ്തിഖ്ബാലി ഹാദൽ വലതി, ഇസ്തിഖ്ബാലി പറഞ്ഞാൽ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഹാദൽ വലതി, ഈ കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ, ആ ഗ്രാമത്തിലെ ജനങ്ങൾ, ആഫ്രിക്കൻ ഗ്രാമത്തിലെ ജനങ്ങൾ ഒരുമിച്ച് കൂടി. എന്താണ് പറയുന്നത്? പീപ്പിൾ ഗാദേഡ് ഇൻ ആൻ ആഫ്രിക്കൻ വില്ലേജ് അല്ലേ? കറിയ പറഞ്ഞാൽ വില്ലേജ് കേട്ടോ, ആഫ്രിക്കൻ വില്ലേജ്.
അങ്ങനെ എന്തിന് ലി ഇസ്തിഖ്ബാലി ഹാദൽ വലത്, ടു വെൽക്കം ദിസ് ബോയ്, ഈ കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വനാദൗ, അവര് ദേ കോൾഡ് ഔട്ട്, അവര് വിളിക്കുകയാണ്. എന്താണ് വിളിക്കുന്നത്? റയ്യാൻ റയ്യാൻ എന്ന് വിളിക്കണം. ആ ആഫ്രിക്കൻ ജനത വിളിക്കുകയാണ്. എന്ത്? റയ്യാൻ റയ്യാൻ. നമ്മുടെ ഈ കഥാപാത്രം, ഈ കുട്ടിയുടെ പേരെന്താണ്? ഇസ്മുഹു റയ്യാൻ, റയ്യാൻ റയ്യാൻ എന്ന് പറയാം കേട്ടോ. അങ്ങനെ ഇംതല ഖൽബു റയ്യാൻ ബിൽ ഫറഹി വസ്സുറൂർ. ഇംതല പറഞ്ഞാല് നിറയുകയാണ്. ഖൽബു റയ്യാൻ, റയ്യാന്റെ ഹൃദയം നിറയുകയാണ്. എന്ത്? ബിൽ ഫറഹി വസ്സുറൂർ എന്ന് പറഞ്ഞാല് ജോയ് ആൻഡ് ഹാപ്പിനെസ്, സന്തോഷം, ഭയങ്കര സന്തോഷം വരുന്നതിനാണ് ബിൽ ഫറഹി വസ്സുറൂർ എന്ന് പറയുന്നത്. രണ്ടും ഒരേ മീനിങ് ആണ്, സന്തോഷം, ആനന്ദം എന്നൊക്കെ പറയാം. അപ്പൊ എന്താണ് എന്താ പറയുന്നത്? റയ്യാൻസ് ഹാർട്ട് വാസ് എന്ത്? ഫില്ലഡ് അല്ലേ? എന്താണ് ഇംതല പറഞ്ഞാല് ഫില്ലഡ്. റയ്യാൻസ് ഹാർട്ട്സ് വാസ് ഫില്ലഡ് വിത്ത് ജോയ് ആൻഡ് ഹാപ്പിനെസ്. വിത്ത് ജോയ് ആൻഡ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാല് ബിൽ ഫറഹി വസ്സുറൂർ. അങ്ങനെ കൽബ് പറഞ്ഞാല് ഹാർട്ട്. വസാറ മഷ്ഹൂറൻ ബി അമാലിൽ ഖൈരിയ ഫിൽ ആലം. അങ്ങനെ വസാറ, അവനായിത്തീർന്നു. ആരെ? ഈ റയ്യാൻ എന്ന് പറഞ്ഞ ഈ വലതില്ലേ, ഈ കുട്ടി ആയിത്തീർന്നു. എന്ത്? മഷ്ഹൂറൻ, ഫേമസ് ആയി. ഫേമസ് ആയി. മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ ഫേമസ്, അറിയപ്പെട്ടവനായി. ബിൽ അമാലിൽ ഖൈരിയ ഫിൽ ആലം, വേൾഡ് ചാരിറ്റി പ്രവർത്തനങ്ങൾ, ലോക ചാരിറ്റി പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഭയങ്കര ഫേമസ് ആയി. ഹി ബിക്കം എ ഫേമസ് ഫോർ ഹിസ് ചാരിറ്റബിൾ വർക്ക്സ് ഇൻ ദി വേൾഡ്. എന്താണ് പറയുന്നത്? ഫിൽ ആലം എന്ന് പറഞ്ഞാല് വേൾഡ് അല്ലേ? അപ്പൊ അമാലിൽ ഖൈരിയ പറഞ്ഞാല് ചാരിറ്റബിൾ വർക്ക്സ് കേട്ടോ. അമാലിൽ ഖൈരിയ പറഞ്ഞാൽ ചാരിറ്റബിൾ വർക്ക്സ്, അവന്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ, വർക്കുകൾ. അപ്പൊ അങ്ങനെ അവൻ എന്തായി തീർന്നു? ഹി ബിക്കം എ ഫേമസ് ഫോർ ഹിസ് ചാരിറ്റബിൾ വർക്ക്സ് ഇൻ ദി വേൾഡ്. അങ്ങനെ ലോക പ്രശസ്തനായി തീർന്നു അല്ലെ ചാരിറ്റിയിൽ. അപ്പൊ അവന്റെ പേരാണ് ഇസ്മുഹു റയ്യാൻ. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക. എന്തെങ്കിലും മനസ്സിലാവാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഡൗട്ടുകൾ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുക. അപ്പൊ ഇനി 14-ാമത്തെ പേജിലോട്ടൊന്ന് നോക്കാം. നൊയ്തു റിസാലത്തൻ കസീറ ലി തെഹ്നിയത്തി റയ്യാൻ. നൊയ്തു നമുക്ക് തയ്യാറാക്കാം. റിസാലത്തുൻ കസീറ. റിസാലത്തുൻ കസീറ പറഞ്ഞാല് ഷോർട്ട് മെസ്സേജുകൾക്കാണ് റിസാലത്തുൻ കസീറ എന്ന് പറയാം. SMS എന്നൊക്കെ പറയും അല്ലേ, ഷോർട്ട് മെസ്സേജുകൾക്ക്. അപ്പൊ അതിനാണ് റിസാലത്തുൻ കസീറ എന്ന് പറയുന്നത്. റിസാല പറഞ്ഞാൽ സന്ദേശം, കസീറ ചുരുങ്ങിയ. അപ്പോൾ ഷോർട്ട് മെസ്സേജ്. ലി തെഹ്നിയത്തി റയ്യാൻ, റയ്യാനെ അഭിനന്ദിച്ചുകൊണ്ട് അഭിനന്ദന വാക്കുകൾ തയ്യാറാക്കാം. അപ്പോൾ ഒരു മോഡൽ താഴെ കാണാം. റയ്യാൻ അൻത നജ്മുന അൽയൗം എന്നാണ് പറയുന്നത്. റയ്യാൻ അൻത നീയാണ്, എന്ത്? നജ്മുന ഞങ്ങളുടെ സ്റ്റാർ ആണ് നീ, അൽയൗം ഇന്നത്തെ നമ്മുടെ സ്റ്റാർ ആണ് നീ എന്ന് ഒരു മെസ്സേജ് കാണാം. അതുപോലെ നമുക്ക് ഉണ്ടാക്കി നോക്കിയാലോ? എന്തൊക്കെ ഉണ്ടാക്കാം? താഴെ 3 പോയിന്റ്സുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. തോലിബുൻ മിസാലിയും. തോലിബുൻ മിസാലി എന്ന് പറഞ്ഞാല് ഒരു മാതൃക വിദ്യാർത്ഥി എന്നാണ് കേട്ടോ. തോലിബുൻ മിസാലിയും മോഡൽ, മാതൃകാ വിദ്യാർത്ഥി എന്നാണ് തോലിബുൻ മിസാലി എന്ന് പറയുന്നത്. പിന്നെ മുംതാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സലന്റ് ബോയ് എന്നൊക്കെ, കുട്ടികൾക്ക് എക്സലന്റ് കുട്ടികൾക്കാണ് നമ്മൾ മുംതാസുൻ എന്ന് പറയാം. പിന്നെ അതുപോലെ ബാറക്കല്ലാഹു ഫീക, നിന്നിൽ അള്ളാഹു ബർക്കത്ത് നൽകട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് കൊടുത്ത മോഡൽ പോലെ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ ഫസ്റ്റ് ഇത് എന്തായിരിക്കും? റയ്യാൻ അൻത ത്വാലിബുൻ മിസാലിയോ, നീ ഞങ്ങളുടെ ഒരു മാതൃക വിദ്യാർത്ഥിയാണ് അല്ലേ. റയ്യാൻ അൻത ത്വാലിബുൻ മിസാലിയോ. പിന്നെ മുംതാസിൻ എങ്ങനെ എഴുതാം? റയ്യാൻ അൻത അമലുക്ക മുംതാസുൻ എന്നെഴുതാം. അമലുക്ക മുംതാസുൻ, നിന്റെ പ്രവർത്തനം വളരെ എക്സലന്റ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ബാറക്കല്ലാഹു ഫീക എന്ന് പറയാ റയ്യാൻ
ബാറക്കല്ലാഹു ഫീക്ക എന്ന് എഴുതാം. അതുപോലെ വേറെ എന്തൊക്കെ എഴുതാം? ഒരുപാട് നിങ്ങളുടെ ഭാവനയിൽ വരുന്നുണ്ടായിരിക്കും. എന്തൊക്കെ എഴുതാം? അൻത ഖുറത്ത അയ്യുനിന എന്ന് പറയാം. നീ ഞങ്ങളുടെ കൺകുളിർമയാണ് എന്ന് പറയാം അല്ലേ? അൻത ഖുറത്ത അയ്യുനിന. അതുപോലെ ലാനൻസി ജുഹദുക അബദൻ. ലാനൻസി പറഞ്ഞാൽ ഞങ്ങൾ മറക്കുകയില്ല. ജുഹദുക പറഞ്ഞാൽ നിന്റെ അധ്വാന അബദൻ, ഒരിക്കലും നിന്റെ അധ്വാനത്തെ ഞങ്ങൾ മറക്കുകയില്ല. ലാനൻസി ജുഹദുക അബദൻ എന്നൊക്കെ എഴുതാം. അതുപോലെ ഒരുപാട് അഭിനന്ദന വാക്കുകൾ നിങ്ങളുടെ മനസ്സിലൂടെ ഒക്കെ ഓടുന്നുണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അതുപോലെ ഈ മോഡൽ കൊടുത്തതും നമുക്ക് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുകയാണ്. ബാക്കി ഭാഗം ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും നന്നായിട്ട് പാഠഭാഗം വായിക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും താങ്ക് യു. ബൈ.